കുനോയിലെ ചീറ്റകൾ പട്ടിണി. നമീബിയയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെ മധ്യപ്രദേശിലുള്ള കുനോ ദേശീയോദ്യാനത്തിൽ ചീറ്റപ്പുലികളെ ഇറക്കുമതി ചെയ്ത സർക്കാർ പുലിവാല് പിടിച്ചു എന്ന് വേണം കരുതാൻ. കാരണം ഇറക്കുമതി ചെയ്ത മൃഗങ്ങൾ പട്ടിണിയിലാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇന്ത്യയിൽ ചീറ്റപ്പുലികളെ രണ്ടാമതും കൊണ്ടുവന്നിട്ട് 2 വർഷത്തിലധികമായി. എന്നാൽ ഇവയുടെ രണ്ടാം വരവ് അത്ര സുഖകരമായില്ല. കാരണം ഇരയ്ക്കായി ചീറ്റപ്പുലികൾക്ക് പുള്ളിപ്പുലികളുമായി കടുത്ത മത്സരമാണ് നേരിടേണ്ടി വരുന്നത്. കടുത്ത പട്ടിണി ചീറ്റകളുടെ അതിജീവനത്തിനും ക്ഷേമത്തിനും ഗുണകരമാകില്ലെന്നാണ് വനം വകുപ്പിലെ ചില ഉയർന്ന ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1952 ഇന്ത്യയിൽ വംശനാശം സംഭവിച്ചതായി സ്ഥിരീകരിച്ച മൃഗമാണ് ചീറ്റകൾ. 2022 മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിലാണ് നമീബിയയിൽ നിന്നുള്ള 8 ചീറ്റകളെ കൊണ്ടുവന്നത്. തുടർന്ന് 2023 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും 12 ചീറ്റകളെയും കൊണ്ടുവന്നു. സർക്കാർ കണക്കുകൾ പ്രകാരം ഇപ്പോൾ 26 ചീറ്റകളാണ് കുനോ ദേശീയോദ്യാനത്തിലുള്ളത്. 10 ചീറ്റകൾ ഇന്ത്യയിൽ എത്തിയതിനു ശേഷം മരണപ്പെട്ടിരുന്നു. ചീറ്റകളുടെ ഭക്ഷണമായ ചില മാൻവർഗ്ഗങ്ങളുടെ എണ്ണം ദേശീയോദ്യാനത്തിലെ വനാന്തരങ്ങളിൽ കുറഞ്ഞതാണ് ചീറ്റകളുടെ അതിജീവനത്തിനുള്ള പ്രധാന വെല്ലുവിളി. ഇവിടെ പുള്ളിമാനുകളുടെ എണ്ണത്തിൽ പ്രകടമായ കുറവ് വന്നിട്ടുണ്ട്. ദേശീയോദ്യാനത്തിലെ പഴയ സങ്കേതത്തിലെ 350 ചതുരശ്ര കിലോമീറ്റർ സംരക്ഷിത പ്രദേശത്ത് 17.5 പുള്ളിമാനുകളും സംരക്ഷിത വനത്തിന്റെ ബാക്കി 400 ചതുരശ്ര കിലോമീറ്ററിൽ 1.5 എണ്ണവുമാണ് നിലവിൽ ലഭ്യമായുള്ളത്. ഇത് ചീറ്റപ്പുലികളുടെ സ്വാഭാവിക ഇരകളുടെ എണ്ണത്തിലുണ്ടായ കുറവ് വ്യക്തമാക്കുന്നു. സ്വാഭാവിക ഇരകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ആലോചനകൾ നടക്കുന്നു. എന്നാൽ ചീറ്റകൾ സ്വന്തം നിലയ്ക്ക് വിജയകരമായി ഇര തേടി തുടങ്ങിയത് സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നു എന്നതിന്റെ തെളിവാണ്. മധ്യപ്രദേശിലെ തന്നെ ഗാന്ധിസാഗറിലെ സിരു ദേശീയോദ്യാനത്തിലും ചീറ്റകളെ കൊണ്ടുവരുമെന്ന് സർക്കാർ കഴിഞ്ഞ ഒക്ടോബറിൽ പ്രഖ്യാപിച്ചിരുന്നു. കെനിയയിലും ദക്ഷിണാഫ്രിക്കയിലും നിന്നുള്ള 20 ചീറ്റകളെ കൊണ്ടുവരാനാണ് പദ്ധതി. അതിനുള്ള ഫണ്ടുകളും അനുമതികളും ക്രമീകരിക്കേണ്ടതായി ഉണ്ട്. കൂടാതെ ഇരകളുടെ എണ്ണത്തിലും വർധനവ് വരുത്തേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായി കൃഷ്ണമൃഗങ്ങളെ വനമേഖലയിൽ കൂടുതലായി എത്തിക്കേണ്ടി വരും. പുള്ളിമാനുകൾക്ക് കുനോ ദേശീയോദ്യാനത്തിലെ ആവാസ വ്യവസ്ഥ അനുയോജ്യമല്ല എന്ന് അടുത്തിടെ കണ്ടെത്തിയിരുന്നു. പ്രദേശത്തിന്റെ ഉയരവും ജലസ്രോതസ്സുകളിൽ നിന്നുള്ള അകലവുമാണ് കാരണം. പുള്ളിപ്പുലികളുടെ എണ്ണത്തിലുണ്ടായ വർധനവും ചീറ്റകൾക്ക് ഇരയ്ക്കായി കടുത്ത മത്സരം നേരിടേണ്ടി വന്നു. മാനുകളെ കൂടുതലായി മേഖലയിൽ എത്തിക്കാനായി കൂടുതൽ വനപ്രദേശത്ത് പുല്ലുകൾ വച്ചു പിടിപ്പിക്കാനുള്ള പദ്ധതിയും അധികൃതർ തുടങ്ങി. ചീറ്റകൾക്ക് വേട്ടയാടാനായി ജീവനുള്ള ആടുകളെ വിട്ടുകൊടുക്കുന്നതിന് പകരം കൂടുതലായി മാനുകളെ സംരക്ഷിത വനമേഖലയിൽ എത്തിക്കുന്നതിനാകണം ഊന്നൽ കൊടുക്കേണ്ടതെന്ന അഭിപ്രായവും ഉയർന്നു വന്നിരുന്നു. ചീറ്റ പ്രോജക്ട് സ്റ്റിയറിംഗ് കമ്മിറ്റിയിലാണ് ഈ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നത്. നമീബിയ, ദക്ഷിണാഫ്രിക്ക, സൊമാലിയ, സുഡാൻ, ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിൽ ചീറ്റകളെ കൊണ്ടുവരുന്നത്. ആവാസ വ്യവസ്ഥയിലുണ്ടായ ശോഷണം, കാലാവസ്ഥാ വ്യതിയാനം, മനുഷ്യ വന്യജീവി സംഘർഷം, അമിത വേട്ടയാടൽ, വനമേഖലയിലേക്ക് കൃഷിയിടങ്ങളുടെ വികാസം എന്നിവ ചീറ്റകളുടെ ഇരകളായ മാൻവർഗ്ഗങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കി. കൂടാതെ ചീറ്റകളുടെ കഴുത്തിൽ ഘടിപ്പിച്ച റേഡിയോ കോളറുകളിൽ നിന്നും അണുബാധയേറ്റും ചീറ്റകൾ മരണപ്പെട്ടു. ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാതെയും കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാനാകാതെയും ചീറ്റകൾ കുനോ ദേശീയോദ്യാനത്തിൽ മരണപ്പെട്ടിരുന്നു. ചീറ്റകൾക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥ വളർത്തിയെടുത്താൽ മാത്രമേ ഇവയുടെ സ്വാഭാവിക വംശവർദ്ധനവ് വരുത്താൻ സാധിക്കൂ. എന്നാൽ അവയെ പട്ടിണിക്കിടാനാണെങ്കിൽ അതിന് മുതിരാതിരിക്കുന്നതല്ലേ നല്ലത്.